തിരുവനന്തപുരം കാച്ചാണിയിൽ 3 വയസ്സുകാരിക്ക് മർദ്ദനമേറ്റതായി പരാതി. അംഗൻവാടി ടീച്ചർക്കെതിരെയാണ് പരാതി. കുട്ടിയുടെ കാൽമുട്ടിലാണ് അടിച്ചത്. സംഭവത്തിൽ പോലീസിലുൾപ്പെടെ ഈ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വലിയ ചൂടല് അല്ല വെട്ടിക്കൊണ്ടാണ് വലിയ ചൂട് ആക്കാരും കഴിക്കാത്തക്കണ്ട് കഴിച്ച് അല്ല കാലിൽ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു മോള് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കുഞ്ഞിനെ കമ്പെടുത്ത് അടിച്ചു, അടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അതുപോലെ പുള്ളിക്കാരി ചെയ്തിട്ടില്ല, അടിച്ചിട്ടില്ല എന്നാണ് പിന്നെ ഡിനേ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കയ്യിലാണ് അടിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ കയ്യിലൊരു പാട് പോലും ഇല്ല. വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് കേസ് ഫോർവേഡ് ചെയ്തു. അവരുടെ പേരൂർക്കട സ്റ്റേഷൻ പരിധി അല്ലാത്തതുകൊണ്ട്. വിവരങ്ങളുമായി ബി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഒരു 3 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് ഈ അംഗൻവാടി ടീച്ചർ ഈ രീതിയിലൊരു ക്രൂരത കാട്ടിയത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ പോലും മക്കളെ അങ്ങനെ അടിക്കാറില്ല. കാരണം അത് അത്രയും അധികം നമുക്കത്ര കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വലിയ കരുതലും സ്നേഹവും ഒക്കെ വേണ്ട ഒരു സമയമാണ്. പക്ഷേ എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കുടുംബം എന്താണ് പറയുന്നത്? കുട്ടി പോലും വളരെ നിഷ്കളങ്കമായി ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ടീച്ചർ ഒരു വടി വെച്ച് അടിച്ചത്, അതിൻ്റെ പാട് പോലും ശരീരത്തിലുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം നൽകുന്ന പരാതിയിൽ പറയുന്ന കാര്യം? ടോം, 21-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. കുട്ടി വൈകിട്ട് വീട്ടിലെത്തി അമ്മയോടാണ് പറഞ്ഞത് ടീച്ചർ അടിച്ചു. അപ്പോൾ അവർ ആദ്യം കാര്യമായി എടുത്തില്ല. പിന്നീട് നോക്കുമ്പോഴാണ് കുട്ടിയുടെ വലത് കാലിൻ്റെ മുട്ടിൽ മർദ്ദനമേറ്റ പാടുണ്ട്, നീരുണ്ടായിരുന്നു, തടിച്ച് നീര് വന്നിട്ടുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ടീച്ചർ അടിച്ച കാര്യം കുട്ടി വ്യക്തമായി തന്നെ പറയുന്നത്. ടീച്ചറോട് ചോദിക്കുമ്പോൾ അവർ ആദ്യം അത് നിഷേധിച്ചു. പിന്നീട് അവർ കയ്യിലടിച്ചു എന്നൊരു മറുപടി കൊടുത്തു. എന്നാൽ അതിനുശേഷം മറ്റൊരു കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ച് ഈ മറ്റു കുട്ടികളെ ആ കുട്ടി, അതായത് ഈ 3 വയസ്സുള്ള കുട്ടിയേക്കാൾ മുതിർന്ന കുട്ടികളെ ഈ കുട്ടി വടിയെടുത്ത് അടിച്ചു. അങ്ങനെ സഹികെട്ട് മറ്റേ കുട്ടികൾ, ഈ അടികൊണ്ട കുട്ടികൾ ഈ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയണം എന്നൊരു ആവശ്യം മറ്റൊരു കുട്ടി രക്ഷിതാക്കൾക്ക് മുന്നിൽ ടീച്ചർ വയ്ക്കുകയായിരുന്നു പറയുന്നുണ്ട്. ഏതായാലും ക്രൂരമായ മർദ്ദനമാണ്. ഒരുപക്ഷെ ചൂരൽ ഉപയോഗിച്ചുള്ള അടിയാണ്. പക്ഷേ 3 വയസ്സ് മാത്രമുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് സ്വാഭാവികമായും ഇങ്ങനെ കാൽമുട്ടിലൊക്കെ അടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും നമ്മളിന്ന് കാണുമ്പോഴും ആ കുട്ടിയുടെ കാലിൽ അടിയേറ്റ പാടുണ്ട്, ചെറിയ നീരുണ്ട്. കുട്ടി തന്നെ പറയുന്നുമുണ്ട് ടീച്ചർ അടിച്ചു. ഈ ടീച്ചറെ പറ്റി നേരത്തെയും പരാതിയുണ്ട് എന്നാണ് രക്ഷിതാക്കൾ ഇപ്പോൾ പറയുന്നത്. അതായത് ഇവർ ഈ ടീച്ചറുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയമാണ്. മൂത്രമൊഴിച്ചതിൻ്റെ പേരിലാണ് കുട്ടിയെ ഇങ്ങനെ മർദ്ദിച്ചത്. അതായത് വസ്ത്രം മാറ്റുന്നതിന് മുമ്പ് തന്നെ കുട്ടി മൂത്രമൊഴിച്ചു. അങ്ങനൊരു അസുഖം കൂടിയുള്ള കുട്ടിയാണ്. അങ്ങനെ ഒഴിച്ചുപോയി. അതിൻ്റെ ദേഷ്യത്തിൽ ടീച്ചർ മർദ്ദിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. കുട്ടികൾക്ക് പലപ്പോഴും ഈ ഇത്തരം കാര്യങ്ങൾ പറയാൻ പോലും ഭയമാണ്. വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടികൾ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാറുള്ളതെന്നൊക്കെ രക്ഷിതാക്കളുടെ പരാതിയുണ്ട്. ഏതായാലും പരാതിയിൽ വനിതാ ശിശു വികസന വകുപ്പ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല. പക്ഷേ പോലീസിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആ പോലീസ് ഇന്ന് ഈ രക്ഷിതാക്കളുടെ മൊഴി എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു. എന്നാൽ അധ്യാപിക ഇത് ചെയ്തിട്ടില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇവർക്കെതിരെ നേരത്തെ ഇവർ ജോലി ചെയ്തിരുന്ന അങ്കണവാടിയിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെ ഭയപ്പെടുത്തിയാണ്. അതും ഭയപ്പെടുത്തുക മാത്രമല്ല, ശാരീരികമായി ഉപദ്രവിച്ചുമൊക്കെയാണ് ഇവർ പലപ്പോഴും മര്യാദ പഠിപ്പിക്കുന്നത് പറയുമ്പോൾ പോലും അങ്ങനെ പോലും പറയാനില്ല. കാരണം വളരെ ചെറിയ കുട്ടികളാണ്, 3 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള കുട്ടികളാണ്. അവർക്ക് പ്രാഥമിക കാര്യം നിർവഹിക്കാൻ ചില ഒരുപക്ഷേ ടീച്ചർ പറയുന്നത് പോലെ ഒരു ചിട്ടയായ രീതിയിലൊന്നും ആ കുട്ടികൾ ആ രീതിയിൽ വളർന്നു വന്നിട്ടുള്ള കുട്ടികളല്ല, വളരെ തീരെ ചെറിയ കുട്ടികളാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയാണ് ഈ തരത്തിൽ മർദ്ദിച്ചിരിക്കുന്നത്. ടീച്ചറുടെ ഇപ്പോഴത്തെ അവരുടെ നിലപാട് അവർ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള ആളുകളോട് പറയുമ്പോൾ ഒരു അടി കൊടുത്തു എന്ന് ഈ കുട്ടിയുടെ അമ്മയോട് തന്നെ ടീച്ചർ സമ്മതിച്ചിട്ടുമുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ഒരുപക്ഷെ വൈകാതെ കേസെടുത്തേക്കും. കാച്ചാണിയിലാണ് ഈ അങ്കണവാടി ഉള്ളത്. ഇന്ന് അവധിയാണ്. സർക്കാർ അങ്കണവാടികൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത ചൂട് കാരണം. ഈ കുട്ടിയുടെ വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഏതാനും മീറ്ററുകൾ മാത്രം അകലെയുള്ള അങ്കണവാടിയാണ്. അവിടെയാണ് കുട്ടിയെ ഈ രീതിയിൽ ടീച്ചർ ഉപദ്രവിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ അധ്യാപികയ്ക്കെതിരെ
നടപടി ആവശ്യമല്ലേ? കാരണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയാം നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ചില അംഗനവാടികളുണ്ട്. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ അധ്യാപകർ അല്ലെങ്കിൽ ആയമാരൊക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്നതായി, അവരെ വഴക്ക് പറയുന്നതായിട്ടുള്ള പരാതികളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. ഈ വിഷയത്തിൽ ഒരു കർശനമായ നടപടി ആവശ്യമല്ല. മാത്രമല്ല, എന്തിനാണ് ടീച്ചർ ആ അംഗനവാടിയിൽ വടി ഉപയോഗിച്ചത്? കുട്ടികളെ പേടിപ്പിക്കാൻ പോലും വടിയെടുക്കാൻ പാടില്ല എന്ന നിയമം പോലും കർശനമായി നടപ്പാക്കുന്നൊരു നാടാണിത്. തീർച്ചയായും അത് തന്നെയാണ്. ചൂരൽ എങ്ങനെ നമ്മൾ ഒരു സാധാരണ സ്കൂളുകളിലൊക്കെ ചൂരൽ കാണാറുണ്ട്. അങ്കണവാടികളിൽ 3ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ, അത് LKG-യിലൊക്കെ പോകുന്നതിന് മുൻപ് കുട്ടികളെ വീട്ടുകാർ ഈ LKG-യുമായും സ്കൂളുമായൊക്കെ പൊരുത്തപ്പെടാൻ, അവിടേക്ക് പോകുമ്പോൾ പൊരുത്തപ്പെടാൻ പെട്ടെന്ന് സ്കൂളുമായി ഇണങ്ങാനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിൽ അങ്കണവാടികളിലേക്ക് അയക്കുന്നത്. അവിടെ സ്വാഭാവികമായും കുട്ടികൾ, അവിടെ ടീച്ചർമാരോ അല്ലെങ്കിൽ ആയമാരോ ഒക്കെ വടി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും കോടതികളുമൊക്കെ പല കേസുകളിലുമൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അവിടെ ചൂരൽ ഉപയോഗിക്കാൻ പോലും പാടില്ല. എന്നിട്ടും എന്തിനെ ഇങ്ങനൊരു അവിടെ ചൂരൽ ഉപയോഗിക്കുന്നു? കുട്ടികളെ ഒരുപക്ഷെ പേടിപ്പിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനൊക്കെ ആയിരിക്കാം. അതിനപ്പുറത്തേക്ക് അവരുടെ ശരീരത്തിൽ ഈ ചൂരൽ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു, ഇത്തരം പാടുവരുന്നു. അത് ഇതിനു മുമ്പ് മറ്റു കുട്ടികൾക്ക് ഉണ്ടായിരുന്ന പരാതികളുണ്ട്. തീർച്ചയായിട്ടും അത് കടുത്ത നടപടി വേണ്ട ഒരു കാര്യം തന്നെ. ടീച്ചർ ഈ രീതിയിൽ കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം ഉപദ്രവിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും കുട്ടിയുടെ കാലിൽ ഈ ഒരു പാട് വരില്ല. ഇനി ആ ടീച്ചർ പറഞ്ഞ് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ മറ്റേതെങ്കിലും കുട്ടികൾ മർദ്ദിച്ചതാണോ? അങ്ങനെയെങ്കിൽ ആ ടീച്ചർ അവിടെ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ടീച്ചറും ആയേക്കും ഒക്കെ സ്വാഭാവികമായും ആ അങ്കണവാടി ഉണ്ടാകണം. അവിടെ എന്ത് സുരക്ഷയാണ് കുട്ടിക്കുള്ളത് എന്ന ചോദ്യം കൂടി സ്വാഭാവികം ഉയർന്നു വരും. അല്ലെങ്കിൽ വീട്ടുകാർ കുട്ടിയെ മർദ്ദിച്ചതാവണം. അങ്ങനെയല്ല എന്നത് ഇപ്പോൾ വ്യക്തമാണ്. ഈ അങ്കണവാടിയിൽ തന്നെയാണ് കുട്ടിക്ക് അടിയേറ്റിട്ടുള്ളത്. ഏത് സാഹചര്യത്തിൽ, എന്ത് സാഹചര്യം വന്നാലും സ്വാഭാവികമായി കൊച്ചുകുട്ടികളാണ്. അവർക്ക് ഒരുപക്ഷെ ഈ പ്രാഥമിക കാര്യം നിർവഹിക്കാനൊക്കെ പറയാനുള്ള സമയം കിട്ടിക്കാണും, അല്ലെങ്കിൽ അതിനുള്ള പരിശീലനത്തിലേക്ക് സ്വാഭാവിക കുട്ടികൾ വരുന്നേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു കുട്ടി അത്തരത്തിലൊന്ന് മൂത്രമൊഴിച്ചു, അത് അങ്കണവാടി ആകെ മൂത്രമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ ഇവർ ഇങ്ങനെ മർദ്ദിച്ചു എന്ന പരാതി വരുന്നത്. കർശനമായ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. വനിതാ ശിശു വികസന വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പോലീസിന്റെ അതാണ്. എന്തായാലും ഈ ഒരു 3 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞ് നുണ പറയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പാണ്. അവിടെ ആരാണ് കള്ളം പറയുന്നത്? അധ്യാപികയാണോ? അതുമായി ബന്ധപ്പെട്ട് പോലീസിന് അന്വേഷണം നീങ്ങുന്നുണ്ട്. അവർ ആ കുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ നടപടി തന്നെ സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.